ഹായ്! നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തമ്പനയിലിൽ കണ്ട പോലെ RCB vs CSK. അപ്പം നമ്മൾ മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെപ്പോക്കിൽ നടന്ന മാച്ചിൽ സീസണിലെ ആദ്യ CSKയും RCBയും തമ്മിലുള്ള മാച്ച്. നേരെ തിരിച്ച് ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പോൾ RCBയുടെ മൈതാനത്ത് ചിന്നസ്വാമിയിലാണ് കളി. അതുകൊണ്ടാണ് ഞാൻ RCB ടു CSK, അല്ലാതെ പോയിന്റ് ടേബിളിനെ ഇത് ചെയ്ത് താരതമ്യം ചെയ്ത് പറഞ്ഞതല്ല. അപ്പോൾ ഇന്നത്തെ മാച്ച് നല്ല ഗംഭീര മാച്ചായിരിക്കും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ടോപ്പ് ഓർഡറിൽ നിൽക്കുന്ന RCBക്ക് ഇന്നത്തെ മാച്ച് ജയിച്ച് ക്വാളിഫയർ 1-ൽ, അതായത് ടോപ്പ് ഓർഡറിൽ 1ാം സ്ഥാനത്ത് തന്നെ അവർക്ക് ക്വാളിഫയറിലോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ പോയാൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിന്ന ഒരു ചാൻസും കൂടെ ക്വാളിഫയർ റൗണ്ടിൽ ഒരു റൗണ്ട് തോറ്റാൽ പോലും ഒരു ചാൻസും കൂടെ ഉള്ള ഒരു ചാൻസ് നിൽക്കുന്നതിൽ ആ ഒരു വിജയം കണ്ടെത്താനേ അവർ ശ്രമിക്കും. അതേപോലെ തന്നെ ചെന്നൈക്ക് ഇനിയുള്ള മാച്ച് കളിച്ച് ജയിച്ച് അവർ പോയിന്റ് നില മെച്ചപ്പെടുത്തുക, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ച് കരകയറുക, അടുത്ത സീസണിനായി മുൻതൂക്കം എന്നുള്ള രീതിയിൽ ഒന്ന് കരകയറുക എന്നതായിരിക്കും ചെന്നൈ കണക്കൂട്ടൽ. അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയാലും ഇന്നത്തെ മാച്ച് അതിഗംഭീരമായിരിക്കും. ചിന്നസ്വാമിയിലാണ് മാച്ച്. ചിന്നസ്വാമിയിൽ ബാറ്റിങ്ങിന് അനുകൂലമായ മാച്ച് പിച്ചാണ്. ചെപ്പോക്കിലെ പോലെ ബൗളർമാരെയും ബാറ്റ്സ്മാൻമാരെയും ഒരേപോലെ പിന്തുണയ്ക്കില്ല. ബാറ്റ്സ്മാൻമാരെ കൂടുതൽ പിന്തുണയ്ക്കുന്ന പിച്ചാണ് നമ്മുടെ ചിന്നസ്വാമിയിലെ സ്റ്റേഡിയം. ചിന്നസ്വാമിയിൽ പരമാവധി ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണ് കൂടുതൽ ടീമുകൾക്ക് സപ്പോർട്ട് കിട്ടുക. ഫസ്റ്റ് ബാറ്റ് ടീമിനായിരിക്കും കൂടുതൽ സപ്പോർട്ട് കിട്ടുക. കാരണം മഞ്ഞുവീഴ്ച, അതേപോലെ തന്നെ കാലാവസ്ഥയുടെ ഇതിൽ മഴ ഭീഷണി, അതിനുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ബാറ്റിങ് കുറച്ച് ദുഷ്കരമായിരിക്കും. സെക്കൻഡ് ബാറ്റിങ് കൂടുതലും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനായിരിക്കും കൂടുതൽ അനുകൂലം. അതേപോലെ തന്നെ ടോപ്പ് ബാറ്റിംഗ് ഓർഡർ എടുത്ത ചെന്നൈയും ബാംഗ്ലൂരും ശക്തിക്കൊരു കുറവുമില്ല. എന്നാൽ ചെന്നൈ കടലാസിലെ പുലികൾ എന്ന പോലെ ആയിട്ടുണ്ട്. കടലാസിലെ പുലികൾ നമ്മൾ പറയുന്നത് പോലെയാണ് ചെന്നൈയുടെ ബാറ്റിംഗ് നിര. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സാം കറൻ ഫോം കണ്ടെത്തി തിരിച്ചു വന്നത് ചെന്നൈ കുറച്ചൊരു ആശ്വാസമായിരിക്കാം. അതേപോലെ തന്നെ പുതിയ പ്ലെയറായ ബ്രാവിസ് നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ ചെന്നൈ എടുത്തു നോക്കിയാൽ ചെന്നൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ഡൗൺ ആയതുപോലെയാണ്. എന്നാലും ആവറേജ് ചെപ്പോക്കിൽ 190 എന്നുള്ള സ്കോറൊക്കെ വിജയിക്കാൻ കഴിയുന്ന സ്കോറായിട്ട് പോലും ചെന്നൈ പരാജയപ്പെട്ടു. മറുസൈഡിൽ ബാംഗ്ലൂർ ഒരു രക്ഷയുമില്ല. ബാംഗ്ലൂരിൻ്റെ എല്ലാ പ്ലേയേഴ്സും മികച്ച ഫോമിൽ, ഓപ്പണിംഗ് പറയാനേ പറ്റുന്നില്ല. ഓപ്പണിംഗ് ജോഡി ബാംഗ്ലൂർ തകർക്കുകയാണ്. കാരണം കോഹ്ലി സാൾട്ട് സഖ്യം എല്ലാ കളിയിലും മികച്ച ഫോമിലാണ് അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ മിഡിൽ ഓർഡറിൽ സ്കോർ വരുത്താൻ ടീം ഡേവിഡും കൂടെ ആയപ്പോഴത്തേന് ആ ടീമിൽ സ്കോറിങ്ങിന് ഒരു കുറവില്ല. ആ ടീമിൻ്റെ ഘടന തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല ഒരു ഒത്തിണക്കമുള്ള ടീമായിട്ടാണ് RCB ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാച്ച് കഴിയുന്തോറും അവർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറുസൈഡിൽ ചെന്നൈ ഫോം കണ്ടെത്തി തുടങ്ങി. എന്നാലും അവർ ഭാഗ്യം ഇല്ലായ്മ ടീമിനെ കുറേ അലട്ടിയിട്ടുണ്ട്. മുംബൈക്കെതിരായുള്ള മാച്ചും കഴിഞ്ഞ് പഞ്ചാബിനെതിരായുള്ള മാച്ചും അത് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഭാഗ്യമില്ലായ്മയിൽ പരാജയത്തിലോട്ട് വന്നതാണ്. അതൊക്കെ മാറ്റി അവർ പോയിന്റ് ടേബിളിൽ കുറച്ച് പോയിന്റ് നേടി പോയിന്റ് ടേബിളിൽ മുന്നോട്ട് വരിക എന്നതായിരിക്കും ചെന്നൈയുടെ ലക്ഷ്യം. മറുസൈഡിൽ ബാംഗ്ലൂരിൻ്റെ ആവട്ടെ, അവർ ടോപ്പ് ഓർഡറിൽ 1ാം സ്ഥാനത്ത് തന്നെ നിലനിർത്തി രാജാക്കന്മാരായി തന്നെ പ്ലേ ഓഫിലോട്ട് പോവുകയായിരിക്കും വിരാട് കോഹ്ലി സംഘവും ചെയ്യുക. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും രണ്ട് ടീമും ശക്തമാണ്. എന്നാലും ബാംഗ്ലൂർ കുറച്ചുകൂടി ഫാസ്റ്റ് ഇതായപ്പോൾ ഹസൽവുഡ് പോലെ നല്ല എക്സ്പീരിയൻസ് പ്ലെയർ അതിലുണ്ട്. ഹസൽവുഡ് ആണെങ്കിൽ നല്ല കുറഞ്ഞ എക്കണോമിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെ റണ്ണ് വിട്ടുകൊടുക്കാൻ വളരെ പിശുക്ക് കാണിക്കുന്ന ഒരു ബൗളർ കൂടിയാണ്. മറുസൈഡിൽ ഖാലിദ് അഹമ്മദ് എന്നുള്ള ചെന്നൈയുടെ ഒരു ബോളറെ പ്രതീക്ഷയാണ്. ഫാസ്റ്റിൽ ചെന്നൈക്കുള്ള ഏക പിടിവള്ളി. സാം കറനൊക്കെ നല്ല റൺസ് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞ മാച്ചിൽ സാം കറൻ മികച്ച ഫോമിലായിരുന്നു. എന്നാൽ മിഡിൽ ഫസ്റ്റ് സ്പെല്ല് എറിഞ്ഞപ്പോൾ നല്ലപോലെ എറിഞ്ഞുകൊണ്ടിരുന്ന സാം കറൻ സെക്കൻഡ് സ്പെല്ലിലോട്ട് വന്നപ്പോഴത്തേന് നല്ല രീതി
റൺസ് വിട്ടുകൊടുത്തു. അതൊക്കെ ചെന്നൈയുടെ പരാജയത്തിനൊരു കാരണമായിരുന്നു. എന്നാലും ഇതെല്ലാം മാറ്റി ചെന്നൈ കുറച്ചും കൂടെ, അതായത് ഈ സീസൺ അവസാനിക്കുമ്പോൾ ചെന്നൈ കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ RCBയും അവരുടെ മികച്ച കളിയിൽ നിന്ന് പുറത്തെടുക്കുമായിരിക്കും. രണ്ട് ടീമിൻ്റെയും മികച്ച കളിയാകുമ്പോൾ ഇന്നത്തെ മാച്ച് ഗംഭീരമാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ചിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, പരമാവധി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ.